ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ അകത്ത് ലെവൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അവിടെ ആ ചാപ്റ്ററിലെല്ലാം നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കുറേ ടോപ്പിക്ക് നമുക്ക് ഡിലീറ്റഡ് ഒഴിച്ചുള്ള നമുക്ക് ഈ വർഷം ആവശ്യമുള്ള ടോപ്പിക്കാണ് നമ്മൾ ലെവൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മാർച്ച് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് minus 1/2. Write the function tan inverse cos x minus sin x divided by cos x plus sin x. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് മാർച്ച് 2014 ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ എന്താണ്. നമ്മൾ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 ആണ്. അപ്പൊ നമുക്ക് ആ പ്രിൻസിപ്പൽ വാല്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം, കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആ നമുക്കറിയാം അല്ലേ. അതായത് കോസിന് നെഗറ്റീവ് വന്നാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, കോസിന് സീക്കിന് കോട്ടിന് ഇത് മൂന്നെണ്ണത്തിനും മൈനസ് വന്നു കഴിഞ്ഞാൽ പൈ മൈനസ് കൊടുക്കണം. സൈനിന് ടാനിന് കൊസീക്കിന് എല്ലാം എന്താണ് മൈനസ് വന്നാൽ വെറുതെ മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പൊ കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്നാ വരും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആണ് വരും. അപ്പൊ പൈ മൈനസ് 1/2 കോസിന് ഏത് വിലയ്ക്കാണ് പഠിച്ചത്? 60 കോസ് 60ന്റെ വാല്യൂ ആണ് ശരിക്കും ഏത് പഠിച്ചേക്കണം? നമ്മൾ 1/2 പഠിച്ചേക്കണം. 60 എന്ന് പറയുമ്പോൾ റേഡിയൻ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 വരും. അപ്പൊ നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3π മൈനസ് π/3 വരും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 2π/3 വരും. അപ്പൊ അവിടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π/3 ആണ്. ഇതേ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ലെവൽ 1 ഒരുപോലെയുള്ളത് കുറേ അധികം നമ്മൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നുകൂടെ നോക്കണുണ്ട്. കൂടുതൽ പ്രോബ്ലത്തിലേക്ക് ഈ ടോപ്പിക്കിൽ നമ്മൾ പോകുന്നില്ല. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തു പോകുന്നത്. ഇനി രണ്ടാമത്തെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണേ? നമുക്കറിയാം ടാനിൻ്റെ എല്ലാ ഫോർമുലയുടെയും പ്രത്യേകതയാണ് ഈ ഡിനോമിനേറ്ററിൻ്റെ ഈ ഫസ്റ്റ് നമ്പർ എപ്പോഴും 1 ആവണം അല്ലേ. അപ്പം നമ്മൾ ടാനിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കണം. അതുകൊണ്ട് ആ ഫംഗ്ഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും നോക്കിയേ? ടാൻ ഇൻവേഴ്സ് ഓഫ് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോസ് എക്സ് കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്യണം. കോസ് എക്സ് വരും. മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് വരും. ഇവിടെ താഴെയും കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് വരും. പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് വരും. എവിടെയുണ്ടോ, അതായത് ഈ ഡിനോമിനേറ്റർ ഏത് ഇപ്പം ഇവിടെ എന്ത് തന്നാലും അതെന്താണോ അതുകൊണ്ട് എല്ലാ നമ്പറിനും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആൻസറിന് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ ഈ കോസും ഇവിടെ ഈ കോസും എന്തായി പൊക്കോളും? ക്യാൻസൽ ആയി പൊക്കോളും. അപ്പം ഇനി ബാക്കി നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ കോസ് എക്സ് 1 വരും. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നാ വരും? ടാൻ എക്സ് വരും. ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് 1 വരും. പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നാ വരും? ടാൻ എക്സ് വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് വരും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഏതിൻ്റെ ഫോർമുലയാണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഏതാ ഫോർമുല മക്കളെ? ടാൻ π/4 മൈനസ് എക്സ് ആണ് അല്ലേ. ഇത് നമ്മൾ പഠിച്ചേക്കണ ഫോർമുലയാണ്. കാരണം നമുക്കറിയാം ടാൻ π/4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ നമ്മുടെ ഫോർമുല? 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ആണ് നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പോൾ ആ ഇക്വേഷൻ അവിടെ കൊടുത്തു. 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ കൊടുത്തു. അപ്പോൾ ഈ ടാനും നമുക്ക് എന്തായി പോവും? അവിടെ ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് എന്താ ബാലൻസ് കിട്ടണേ? π/4 മൈനസ് എക്സ് എന്ന് കിട്ടും. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമാണ് π/4 മൈനസ് എക്സ്. ഇത് നമുക്ക് y എന്ന് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നോട്ടായിട്ട് എഴുതാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് ചോദിക്കുമെന്ന് വെച്ചോ. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് dy/dx ചോദിച്ചാൽ dy/dx π/4 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് 0 ആയി പോകും. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 വരും. അപ്പോൾ ആൻസർ -1 വരും. അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇതേ മോഡൽ നമുക്ക് വേറൊരു ക്വസ്റ്റിനോട് ചോദിക്കാറുണ്ട്. മുകളിൽ പ്ലസ് വരും, താഴെ മൈനസ് വരും. അപ്പോഴും ഇത് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ. ഇതൊക്കെ നമ്മൾ ലെവൽ 1-നകത്തും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ലെവൽ 2-നകത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കാണണം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ ചെയ്തു പോകുന്നില്ല.
നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഓഫ് -1 ആണ്. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാനിന് മൈനസ് വന്നാൽ വെറുതെ മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി അല്ലേ? നമ്മൾ പഠിച്ചേക്കണെയാണോ ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്താണ് മൈനസ് വെറുതെ പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. ഇനി 1ന് ഏത് വിലയ്ക്കാണ് പഠിച്ചത് π/4 ആണ്. അപ്പം മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി? ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 വരും. 1 എന്ന് പറഞ്ഞാൽ ടാനിന് ഏത് വിലയ്ക്കാണ് π/4 ആണ്. അപ്പം മൈനസ് π/4 കിട്ടും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മൈനസ് π/4 ആണ്. മാർച്ച് 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 160 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. മാർച്ച് 2015 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. മാർച്ച് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 160 ആണ്. ഇവിടെ നമുക്കറിയാം നമ്മളൊരു ഇൻവേഴ്സ് ഫംഗ്ഷനും അതിൻ്റെ തന്നെ ഫംഗ്ഷനും വന്നാൽ ഇവിടെ ചാടി കയറി 60 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞേക്കരുത്. കാരണം 160 ആണ്. 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് 60, 45, 30 നമ്മൾ പഠിച്ച വാല്യൂ ഒഴിച്ച് ബാക്കി എന്ത് വന്നാലും അവിടെ റിഡക്ഷൻ ഫോർമുല കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതും? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 160 എന്ന് കൊടുത്തു. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ റൂൾ അനുസരിച്ച് ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ സൈൻ y ഈക്വൽ ടു എന്ത് വരും? സൈൻ 160 എന്ന് വരും. സൈൻ 160 വരും. ഇനി നമുക്കറിയാം 160ന് നമ്മൾ പഠിച്ച റിഡക്ഷൻ ഫോർമുല കൊടുത്തു കഴിയുമ്പോൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാം? 180 മൈനസ് എത്ര വരും? 20 വരും അല്ലേ? അപ്പം നമ്മൾ നോക്കുക, അതായത് 160 എന്ന് പറയുന്നത് 180 മൈനസ് 20 ആണ്. അപ്പം നമ്മൾ റിഡക്ഷൻ കൊടുക്കണം. സൈൻ 180 വന്നു കഴിഞ്ഞാൽ സൈനിന് സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ സൈൻ 20 വരും. ഇനി 180 മൈനസ് തീറ്റ സെക്കൻഡ് ക്വാർട്ടറിൽ വരും. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ എന്താ? പോസിറ്റീവ് ആണ്. അപ്പം ഈ സൈനും അപ്പം എന്താവും? ഒരുപോലെ അപ്പുറം ഇപ്പുറയും കിടന്ന് അത് വെട്ടിപ്പോകും. അപ്പം നമ്മുടെ 20 വരും. അപ്പോൾ 20 ഡിഗ്രി ആണ് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 160 ആണ്. അപ്പം ഇത് നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന 60, 90 താഴെയുള്ള ഏതാണെങ്കിലും നമ്മൾ അറിയാവുന്ന ഒരു വാല്യൂ ആണെങ്കിൽ നമുക്ക് നേരെ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് 160 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാത്തൊരു വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സൈനെ നേരെ ഇപ്പുറത്തേക്ക് എടുക്കണം. അവിടെ എന്തായി മക്കളെ? സൈൻ y. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? സൈൻ 160 കിട്ടും. ഇനി നമ്മൾ നോക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഇഷ്ടംമാതിരി. 160 എന്ന് പറഞ്ഞാൽ ഏതാണ്? 180ൽ നിന്ന് 20 കുറച്ചാൽ എന്താണ്? 160 കിട്ടും. അപ്പോൾ അത് നമ്മൾ ഈ 160ന് പകരം എന്ത് എഴുതി? 180 മൈനസ് 20 എന്ന് എഴുതണം. ഇനി റിഡക്ഷൻ ഫോർമുല കൊടുക്കണം. സൈനിന് 180 വന്നു കഴിഞ്ഞാൽ സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സൈൻ ഏത് വരും? 20. ഇനി ചെറിയൊരു കുരിശിടുക. എന്നിട്ട് ഈ 180 മൈനസ് തീറ്റ എവിടെ വരും? ശരിക്കും ഇവിടെയാണ് 180 വരുന്നത്. അത് സെക്കൻഡിൽ വരും. സെക്കൻഡിനകത്ത് സൈൻ, നമ്മുടെ ക്വസ്റ്റ്യൻ സൈൻ എന്താ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് എ കോപ്പി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വരും. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ സൈൻ 20 വരും. അപ്പോൾ ഈ സൈനും അപ്പുറം ഇപ്പുറയും വരും. അത് ക്യാൻസൽ ചെയ്ത് കളയും. വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 20 ഡിഗ്രി. അവിടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 20 ഡിഗ്രി കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി അതേ വർഷം നമുക്ക് മാർച്ച് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് സിംപ്ലിഫൈഡ് ഫോം ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് √1 + x² -1 ഡിവൈഡഡ് ബൈ എക്സ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാർച്ച് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2016 ഒരു ക്വസ്റ്റ്യൻ ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് √1 + x² -1 ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നേരെ ഡയറക്റ്റ് പഠിച്ചൊരു ഫോർമുല അല്ല ഇവിടെ കിടക്കണേ. ഇത് ലെവൽ 2 നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ ഒന്നുകൂടി ചെയ്തു പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ പഠിച്ച ഫോർമുല ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ 1+ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 + x² ആണ് കിടക്കണത്. നമ്മൾ പഠിച്ച ഫോർമുല ഒന്നും ഇതുപോലെ പഠിച്ചല്ല. സൈൻ കൊടുത്താലോ കോസ് കൊടുത്താലൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ വരുമ്പോൾ നമ്മൾ ഈ പുറത്ത് കിടക്കുന്ന ഏതാണെന്ന് നോക്കണം. ടാൻ അല്ലേ? അപ്പോൾ പുട്ട് എക്സിന് പകരം ഏത് കൊടുക്കണം മക്കളെ? x ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുക്കണം. ഏതാ കൊടുക്കണ്ടേ? എക്സിന് ടാൻ തീറ്റ. നമ്മൾ പഠിക്കാത്തൊരു ഫോർമുല ആണെങ്കിൽ പുറത്ത് ഏത് ഫംഗ്ഷനാണോ അതായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ വരും. അപ്പോൾ എക്സിന് നമ്മൾ ടാൻ തീറ്റ എന്ന് കിട്ടിക്കഴിയുമ്പോൾ അപ്പം തന്നെ എഴുതിക്കോളാം. ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്. ഏതൊരു പ്രോബ്ലവും നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ തീറ്റ കണ്ടുപിടിച്ചിട്ടാണ്. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്
എന്തിനാ നമ്മൾ കൊടുത്ത് എക്സിന് എന്താ കൊടുത്ത് ടാൻ തീറ്റ. അപ്പോൾ 1 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം ടാൻ തീറ്റ. അപ്പോൾ അത് ടാൻ സ്ക്വയർ തീറ്റ വരും. ദെൻ ഉള്ള -1 അങ്ങനെ തന്നെ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ, ഇവിടെയും എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ. വരെയൊക്കെ കറക്റ്റായിട്ട് എഴുതാമുള്ളൂ കേട്ടോ. ടാൻ തീറ്റ എഴുതി നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായി. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ റൂട്ടിനെ ഒന്ന് ഒഴിവാക്കണം അല്ലേ? ഈ റൂട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സി സ്ക്വയർ തീറ്റയാണ്. സി സ്ക്വയർ തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എന്നായി. കാരണം നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സി സ്ക്വയർ തീറ്റ. അത് ഓർത്ത് വെച്ചോളാം. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല സി സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? സി സ്ക്വയർ തീറ്റയാണ്. അപ്പം ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തു? സി സ്ക്വയർ തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയെ. അപ്പം നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷനകത്ത് നേരെ പഠിക്കാത്തൊരു ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ നോക്കണം പുറത്ത് എന്താ കിടക്കണമെന്ന് നോക്കണം. അപ്പം തന്നെ അതങ്ങ് കൊടുത്തോളണം. എക്സ് ടാൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി? ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ടാൻ തീറ്റ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ കിട്ടി. ഇനി നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താ? സി സ്ക്വയർ തീറ്റ. അപ്പോൾ അവിടെ നമ്മുടെ ഫോർമുല കൊടുത്തു സി സ്ക്വയർ തീറ്റ. ഓൾറെഡി എന്ത് കിടപ്പുണ്ട്? -1 ഡിവൈഡഡ് ബൈ എന്താണ്? ടാൻ തീറ്റ. ഇനി നമുക്കറിയാം റൂട്ടിനകത്തുനിന്ന് സി സ്ക്വയർ തീറ്റ പുറത്തു വന്ന് എന്തായി മാറും? സീക്ക് തീറ്റയാവും. അപ്പോൾ നമ്മൾ ഈ റൂട്ട് സി സ്ക്വയർ തീറ്റയ്ക്ക് എന്ത് എഴുതണം? പുറത്താക്കി റൂട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ സീക്ക് തീറ്റ കൊടുക്കണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ റൂട്ട് സി സ്ക്വയർ തീറ്റയെ നമ്മൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്തായി മക്കളെ? ടാൻ ഇൻവേഴ്സ് ഓഫ് സീക്ക് തീറ്റയായി. സീക്ക് തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയായി. ഇപ്പോഴും നമുക്ക് നോക്കിയേ പുറത്തിറങ്ങണ ടാൻ ഇൻവേഴ്സും സീക്ക് തീറ്റ -1 വെട്ടിപ്പോവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ്? ഔട്ട്സൈഡ് ബ്രാക്കറ്റിൽ ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അകത്തും എന്ത് തന്നെ ആക്കണം? ടാനിൻ്റെ രൂപത്തിലാക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ടാനിൻ്റെ രൂപത്തിലാണോ? അല്ല. അപ്പോൾ നമ്മൾ ടാനിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് സീക്ക് തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ കൊടുക്കാം. -1 അങ്ങനെ തന്നെ എഴുതുക. ടാൻ തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കണം? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇതൊരിക്കലും ടാൻ ഇൻവേഴ്സ് ആണ്. ഈ അകത്തും ടാൻ വേണം, അത് വെട്ടിപ്പോവില്ല. അപ്പോൾ നമ്മൾ ഈ സീക്കിന് പകരം എന്ത് കൊടുത്തു? 1 ബൈ കോസ് ഉള്ള -1 അങ്ങനെ തന്നെ എഴുതി. ടാനിന് പകരം എന്ത് കൊടുത്തു? സൈൻ ബൈ കോസ് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ആയി. ഇവിടെ നേരെ ഇതിനെ കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇവിടെ ഈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയെ അങ്ങനെ തന്നെ നമ്മൾ അങ്ങ് എഴുതണം. അപ്പം ഈ കോസ് തീറ്റയും എന്തായി പോകും? ക്യാൻസലായി പോകും. അപ്പോൾ എന്താ ചെയ്തത്? സീക്ക് തീറ്റയ്ക്ക് പകരം 1 ബൈ കോസ് കൊടുത്തു. -1 അങ്ങനെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയ്ക്ക് വരെ എന്ത് കൊടുത്തു? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ കൊടുത്തു. എന്നിട്ട് ഈ LCM കാണാൻ നേരത്ത് ഈ കോസ് തീറ്റയെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ വന്നു. ഈ സൈൻ ബൈ കോസ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ കോസും എന്തായി പോകും? ക്യാൻസലായി പോകും. അപ്പോൾ ബാലൻസ് നമുക്ക് എന്താ കിട്ടിയത്? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയായി. ഇപ്പോഴും നിങ്ങൾ നോക്കിക്ക് വെട്ടിപ്പോവോ? ഇല്ല. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ ഫോർമുല എന്താ പഠിച്ചേക്കണേ? 2 സൈൻ സ്ക്വയർ. ഇവിടെ എന്ത് ആംഗിൾ വരുന്നു അതിൻ്റെ സബ് മൾട്ടിപ്പിൾ വരും. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റയുടെ ഫോർമുല എന്താ? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. 1 മൈനസ് വന്ന സൈൻ സ്ക്വയർ. ഈ ആംഗിൾ എന്തായി മാറും? നേരെ പകുതി വരും. അതുപോലെ സൈൻ തീറ്റയുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെയും ആംഗിൾ എന്താവും? സബ് മൾട്ടിപ്പിൾ ആവും. കോസ് തീറ്റ ബൈ 2 ആവും. ഇത് നമ്മൾ വേറെ എക്സാമ്പിൾ നമുക്ക് വേറെ കാണിച്ചു തരാം. 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ 2 സൈൻ സ്ക്വയർ, ഇവിടെ ആംഗിൾ ഏതാ? 2 തീറ്റയാണ്. ഇതിൻ്റെ പകുതി വരുമ്പോൾ എന്ത് വരും? തീറ്റ വരും. അപ്പോൾ 1 മൈനസ് കോസ് 4 തീറ്റ ആണെങ്കിൽ എന്ത് വരും? 2 സൈൻ സ്ക്വയർ 2 തീറ്റ വരും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഒരു ഇത് ക്ലിയർ ആയല്ലോ. ഈ സൈൻ 2 തീറ്റ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചേക്കണേ? 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റയാണ്. കണ്ടോ? ഇവിടെ 2 തീറ്റ വരുമ്പോൾ അതിൻ്റെ സബ് മൾട്ടിപ്പിൾ നേരെ പകുതി എവിടെ വരുന്നത്? അതേ റൂളാണ് ഇവിടെ നമ്മൾ ഈ ഇക്വേഷനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് നമ്മുടെ ഫോർമുല ഏതാണ്? 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2. 1 മൈനസ് കോസ് തീറ്റ എന്താ ഫോർമുല? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. അത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം. അപ്പോൾ എന്ത് വരും നോക്കിയേ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റയുടെ ഫോർമുല ഏതാ? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയുടെ ഫോർമുല ഏതാ നമ്മൾ കൊടുക്കണ്ടേ? 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു
കോസ് തീറ്റ ബൈ ടു. രണ്ടിനകത്തും നമ്മൾ ആ ഇക്വേഷൻ്റെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നോക്കി ഈ ടൂം ക്യാൻസലായി പോകും. ഒരു സൈൻ സ്കോറും ഒരു സൈനും ക്യാൻസലായി പോകും. അപ്പോൾ ബാലൻസ് എന്ത് വരും നോക്കി? ടാൻ ഇൻവേഴ്സ് ഓഫ് ഏത് വരും? സൈൻ തീറ്റ ബൈ ടു ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ ടു വരും. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. സൈൻ ബൈ കോസ് എന്നാ ടാൻ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ ടു ആവും. അപ്പോൾ ഈ ടാനും എന്തായി പോവും? ഒരുപോലെ വന്നു. ഇപ്പം അത് ക്യാൻസലായി പോയി. ഇനി നമുക്ക് അവിടെ കൊടുക്കാം തീറ്റ ബൈ ടു ആണ് നമ്മുടെ y കിട്ടുന്നത്. അപ്പോൾ y ഈക്വൽ ടു 1/2 അവിടെ നിർത്തി. ഈ തീറ്റയ്ക്ക് വരെ ഏതാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത അവിടെ കണ്ടുപിടിച്ച് ആദ്യമേ വെച്ചിട്ടുണ്ട് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസറായി. ഇനി നമുക്ക് നോട്ടായിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവിലും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ dy/dx എന്നോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഹാഫ് അവിടെ നിർത്തി. ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 + s² വരും. ഇതും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഡെറിവേറ്റീവിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതും കൂടെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എളുപ്പമായി തീരും. ക്ലിയർ ആയല്ലോ?